ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നത് ഏറ്റവും ചുരുങ്ങിയ ചിലവ് എങ്ങനെ നമ്മുടെ അക്വേറിയത്തിന് ഒരു ടോപ്പ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്കൊരു അക്വേറിയത്തിന് ടോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ടാങ്ക് ആയിരുന്നു നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഫ്രെയിം അക്വേറിയം എന്നുള്ളൊരു കോൺസെപ്റ്റോടെ ആയിരുന്നു ഞാനത് ചെയ്തത്. പിന്നെ അത് വെക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നോർമൽ അക്വേറിയമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ടാങ്ക് കുറേ നാളായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. മാത്രമല്ല നമ്മുടെ ഈ സാധാരണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഗ്ലാസ് ടാങ്കുകളൊക്കെ മീനൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്ലാസ് ടാങ്കിൽ കാണുന്ന വസ്തുക്കൾ പേഴ്സ്, ചീപ്പ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ഈ ഒരു ഗ്ലാസ്സൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊരു ടോപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് മീനൊക്കെ ഇതിലിടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു അക്വേറിയം ടോപ്പ് ഉണ്ടാക്കാമെന്ന്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ദേ എൻ്റെ കയ്യിരിക്കുന്ന സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോഴേക്കും അതിൽ പാക്കിംഗ് ആയിട്ട് വരുന്ന വേസ്റ്റ് തെർമോക്കോളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് കൊണ്ട് നമ്മുടെ ആ ഒരു അക്വേറിയം ഉണ്ടാക്കിയത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അക്വേറിയത്തിന് ടോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇൻഫർമേഷൻ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയം ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും പണി തുടങ്ങാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രെയിമൊക്കെ ഊരി ഞാനിവിടെ വെച്ചു. തൽക്കാലം ഞാനിപ്പോൾ അത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അക്വേറിയമൊക്കെ ഇങ്ങനെ ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് ആയിക്കോളൂ. അതുകൊണ്ട് ഞാൻ ഇതിനൊരു ടോപ്പൊക്കെ വെച്ച് ജസ്റ്റ് ഒരു അക്വേറിയമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ആ ഒരു തെർമോക്കോൾ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ടാങ്കിൻ്റെ മേളിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. ആണ്ട് അടിപൊളിയാണ്. ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കളറൊക്കെ ചെയ്ത് ഇതിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അതിനൊരു കത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു തെർമോക്കോളിൽ ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ട് സൈഡ് നമ്മൾ ഒന്ന് ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അക്വേറിയത്തിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ടോപ്പൊക്കെ അതിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് അടയ്ക്കാനൊക്കെ ഉണ്ട്, കണ്ടോ? ഇങ്ങനെ 3 ഹോളുണ്ട്. പിന്നെ ഈ സൈഡ് അടയ്ക്കണം, ഈ സൈഡും അടയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ നമുക്കിതിലുണ്ട്. അപ്പോൾ ബാക്കി അതും കൂടി നമുക്കങ്ങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗൈസ്, ദേ നമ്മൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ടോപ്പ് കവർ ചെയ്യാനുള്ള കവർ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇത് ഈ കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ വെട്ടി ഒട്ടിച്ച് കവർ ചെയ്ത് സെറ്റ് ചെയ്തേക്കണതാണ്. ഇതുപോലെ തന്നെ നമ്മളിത് 2 സൈഡിലും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പോർഷൻ വിട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് വേണം കവർ ചെയ്യാനായിട്ട്. അത് നമ്മൾ ഇത് സൺലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ അക്വേറിയം ടോപ്പിൽ പുട്ടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടി ഒന്ന് വലിഞ്ഞിട്ട് നമുക്ക് സ്മൂത്ത് ചെയ്ത് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അങ്ങനെ മച്ചന്മാരെ നമ്മളിത് പെയിൻ്റൊക്കെ അടിച്ച് നമ്മുടെ അക്വേറിയത്തിൻ്റെ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂ കളർ കൊടുത്തിട്ട് ബ്ലാക്ക് കൊണ്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസൊക്കെ ഒട്ടിച്ചെടുത്ത് ബ്ലാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമ്മൾ ഒരു അക്വേറിയത്തിന് ടോപ്പ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്വേറിയത്തിൻ്റെ ടോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത്ര നേരമായിട്ടും 0 കോസ്റ്റ് ആയിരുന്നു വന്നിരുന്നത്. കാരണം നമ്മുടെ ഈ തെർമോക്കോളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഞാനിതിൽ യൂസ് ചെയ്യുന്ന പെയിൻ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടായിരുന്ന പെയിൻ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നീടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.